ഹലോ ഡിയേഴ്സ്, നമ്മളിപ്പോൾ പോകുന്നത് മന്ദാരഗിരി ഹിൽസിലേക്കാണ് കേട്ടോ. നമ്മളിതാ മന്ദാരഗിരി ഹിൽസിൻ്റെ താഴ്ഭാഗത്താണ് ഉള്ളത്. നാട്ടിൽ നിന്ന് റിജോർട്ടിൻ്റെ സിസ്റ്ററും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് മന്ദാരഗിരി ഹിൽസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കർണാടകത്തിലെ തുംകൂർ ജില്ലയിലെ പണ്ഡിതനഹള്ളി വില്ലേജിലാണ് ഈ ഒരു മന്ദാരഗിരി ഹിൽസ് ഉള്ളത്. അതായത് നമ്മളിപ്പോൾ തുംകൂർ സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ തുംകൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടത്തേക്ക്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ ബാംഗ്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം 65-70 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ നമ്മൾ താമസിക്കുന്നത് ദബാസ്പേട്ടയിൽ നിന്ന് ഏകദേശം ഒരു 16 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു മന്ദാരഗിരി ഹിൽസ് ഉള്ളത്. അപ്പോൾ നമ്മൾ മന്ദാരഗിരി ഹിൽസിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സ്റ്റെപ്സ് ആണ് ഉള്ളത്. കുറച്ച് ദൂരം വരെ നമുക്ക് വെഹിക്കിൾസ് അലൗഡ് ആണ്. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് കേട്ടോ മുകളിലേക്ക് പോകുന്നത്. ഏകദേശം 400-ലധികം ഒരു 500-നടുത്ത് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ കയറിയിട്ടാണ് നമ്മളതിൻ്റെ മുകളിലെത്തുന്നത്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇവിടുത്തെ. ക്ലൈമറ്റ് പറയാതിരിക്കാൻ വയ്യ, നല്ല കാറ്റാണ്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങുന്ന സമയത്ത്. നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയത് ഇവിടെ. അപ്പോൾ എന്താണ്, നല്ല കാറ്റാണ്. മുകളിലേക്ക് കയറുമ്പോൾ നല്ല തണുപ്പ് കൂടി വരുവാണ്. അതുപോലെ തന്നെ നല്ല ശക്തിയായ കാറ്റാണ് അവിടെ ഉള്ളത്. നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ആ ഒരു ബിസി ലൈഫിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറ്റുന്ന നല്ല വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ് ഈ ഒരു മന്ദാരഗിരി ഹിൽസ്. മന്ദാരഗിരി ഹിൽസിൽ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ ഫസ്റ്റ് കയറി വരുന്ന ഇവിടത്തേക്കാണ്. അപ്പോൾ ഈ കാണുന്ന മരമൊക്കെ നമുക്ക് താഴേന്നേ കാണാൻ പറ്റും കേട്ടോ. ആ മരത്തിൻ്റെ ചില്ലകളൊക്കെ താഴേന്നേ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഒന്നും കൂടി ക്ലിയർ ആവുന്നത്. പക്ഷേ ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ മരം അടക്കം ആർട്ടിഫിഷ്യലാണ്, ഒറിജിനൽ അല്ല. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആർട്ടിഫിഷ്യലാണ് കേട്ടോ. അതിൻ്റെ താഴെ ഇരിക്കുന്നത് ഒരു ജൈന തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മോഡൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് താഴേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം അവിടുത്തെ ഈ ഗ്രാമങ്ങളുടെയൊക്കെ ഒരു 360 ഡിഗ്രിയിലുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി വൈബാണ് ഇവിടെ വന്നാൽ. മന്ദാരഗിരി ഹിൽസിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണുന്ന ആ ഒരു ലേക്കാണ് കേട്ടോ മൈദാള ലേക്ക് എന്ന് പറയുന്നത്. വളരെ ശാന്തവും മനോഹരവുമായിട്ടുള്ള ലേക്കാണ് കേട്ടോ മൈദാള ലേക്ക്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല തണുപ്പും കാറ്റും ഒക്കെയാണ് കേട്ടോ. അതായത് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും ആയിരിക്കും ഇവിടെ വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് തോന്നുന്നു. കാരണം നല്ല വൈബായിരിക്കും ആ ഒരു സമയത്ത് സൺറൈസും സൺസെറ്റും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇനി ആരെങ്കിലും ബാംഗ്ലൂർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു മന്ദാരഗിരി ഹിൽസും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. ഈ ഹിൽസിൻ്റെ മുകളിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് 12-14 നൂറ്റാണ്ടിൽ പുരാതനമായ ജൈന വസതികളുണ്ട് കേട്ടോ. അത് 4 3 ചന്ദ്രപ്രഭ, പാർശ്വനാഥ, സുബർശനാഥ എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പുരാതനമായ ജൈന ക്ഷേത്രങ്ങൾ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഷോർട്സ് ഒന്നും ഇട്ടിട്ട് കയറാൻ പറ്റില്ല കേട്ടോ. ബാക്കി ഡ്രസ്സൊന്നും കുഴപ്പമില്ല, ഷോർട്സ് ഒന്നും അലൗഡ് അല്ല. ജൈന വസതികളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുനിചരണ എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ട് ഉണ്ട്. അവിടെ പുരാതനമായ ജൈന സന്യാസികളുടെ കാൽപ്പാടുകളാണുള്ളത്. വളരെ പുരാതനമായിട്ടുള്ള കാൽപ്പാടുകൾ, 3 കാൽപ്പാടുകളാണ് അവിടെ ഉള്ളത്. നമ്മളിതാ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി കേട്ടോ. നമ്മൾ മന്ദാരഗിരി ഹിൽസിൻ്റെ വ്യൂസൊക്കെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങി. അപ്പോൾ എന്താ ഇവിടെ താഴെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഫസ്റ്റ് മുകളിൽ പോയിട്ടാണ് താഴേക്ക് വരേണ്ടത്. താഴെയായിട്ട് പീകോക്ക് ടെമ്പിൾ, പിന്നെ ഒരു ഏകശിലാ പ്രതിമയൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് നടന്നിട്ട് പോകാൻ കേട്ടോ. അവിടെ വരെ നമ്മൾ നടന്നിട്ട് പോകുന്നത്. ആ കാണുന്നതാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ള മന്ദാരഗിരി ഹിൽസ് എന്ന് പറയുന്നത്. നല്ല വൈബായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിൽ പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഒരു വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. അപ്പോൾ നമ്മളിത് പീകോക്ക് ടെമ്പിളിൻ്റെ എൻട്രൻസിലാണുള്ളത്. ഇവിടെയും സ്ലിപ്പേഴ്സൊന്നും അലൗഡ് അല്ല. ഇതുപോലത്തെ ഒരു കവറിൽ ഇവിടെ തന്നെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മൾ സ്ലിപ്പേഴ്സൊക്കെ വെച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറേണ്ടത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ഒരു ഏകശിലാ പ്രതിമയുണ്ട്, പിന്നെ ഒരു പീകോക്ക് ടെമ്പിളാണുള്ളത്. ഏകശില പ്രതിമ എന്ന് പറയുന്നത് ദിഗംബര സന്യാസിയായ ചന്ദ്രപ്രഭൻ്റെ ഏകശില പ്രതിമയാണ് ഇവിടെ ഉള്ളത്. ആ കാണുന്നതാണ് 21 അടി ഉയരമുള്ള ചന്ദ്രപ്രഭ എന്ന ദിഗംബര സന്യാസിയുടെ ഏകശിലാ പ്രതിമ. ഇതുപോലുള്ള ദിഗംബരന്മാരുടെ പ്രതിമകൾ മന്ദാരഗിരി ഹിൽസിൻ്റെ ഓരോ കോർണേഴ്സിലും കാണാൻ കഴിയും. ഏകശിലാ പ്രതിമയുടെ തൊട്ടടുതുവശത്തായിട്ട് കാണുന്നതാണ് കേട്ടോ ഈ ഒരു പീകോക്ക് ടെമ്പിൾ എന്ന് പറയുന്നത്. ഏകദേശം 81 അടി ഉയരമുള്ള ഒരു മയിൽപ്പീലി ഷേപ്പുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഈ ഒരു പീകോക്ക് ടെമ്പിൾ. പീകോക്ക് ടെമ്പിളിൻ്റെ മറ്റു 2 പേരുകളാണ് ഗുരുമന്ദിരം, അതുപോലെ തന്നെ പിഞ്ചി ടെമ്പിൾ എന്നുള്ളത്. പിഞ്ചി എന്ന് പറയുന്നത് ദിഗംബര സന്യാസിമാരുടെ ചിഹ്നമാണ് കേട്ടോ പിഞ്ചി എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്ന പീകോക്കിൻ്റെ മയിൽപ്പീലിയുടെ ആ ഒരു ഷേപ്പുള്ള സംഭവമില്ലേ, അതിനെയാണ് കേട്ടോ പിഞ്ചി എന്ന് പറയുന്നത്. അതിൻ്റെ ആകൃതിയിലുള്ള ടെമ്പിൾ ആയതുകൊണ്ടാണ് പിഞ്ചി ടെമ്പിൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് കേട്ടോ നമുക്ക് മന്ദാരഗിരി ഹിൽസിൽ വന്നാൽ കാണാൻ കഴിയുന്നത്. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. നമുക്ക് വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.